ഇരിക്കുന്നു ശ്രീനി എടുത്ത് ചോദിക്കും 24 മണിക്കൂർ ഞാൻ ഹാങ് ഡ്രമ്മ കേൾക്കുന്നത്. ഞാൻ പറയാം എനിക്ക് പഠിക്കണം. അത് പഠിക്കാൻ ഭയങ്കര എളുപ്പം ആണോ? അപ്പൊ എനിക്ക് പഠിക്കണ്ട. ടഫ് ഓൺലി. ഹാങ് ഡ്രം ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? ഞാൻ എന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. ഹാങ് ഡ്രം ആമയുടെ തോട് പോലെ ഇരിക്കുന്ന സാധനല്ലേ? ഏലിയൻഷിപ്പ് പോലെ അതാ. നിനക്ക് ഏലിയൻ ആണോടാ നീ? എവിടേക്കോ എന്തൊക്കെയോ ഒരു തകരാറ് പോലെ. ചിരി കേട്ടോ ഗൈസ്. ഇറ്റ്സ് നോട്ട് ഹ്യൂമൻ ലാഫ്. അത് ഉത്തരയുടെ അപ്പൂപ്പന്റെ ഏരിയ പുള്ളി അങ്ങനെ ഇരിക്കാം. അതെനിക്ക് കിട്ടി. അത് ഇവരുടെ ഫാമിലിക്ക് മൊത്തം ഉണ്ട്. ചിരി പെട്ടെന്ന് ഇതായി മാറുമല്ലോ, നമ്മൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്ന സാധനം. നാളെ തൊട്ട് ഞാനിങ്ങനെ മോസ്റ്റ് ഡ്രാമാറ്റിക് ഐ ആം ഡൺ എന്ന് നിനക്ക് തോന്നിയ ഒരു മൊമെന്റ് ഓഫ് യുവർ ലൈഫ്? ഇത് ഇങ്ങനെ തോന്നിയ ഒരു മൊമെന്റ് ഐ തിങ്ക് ലാസ്റ്റ് ഇയർ എന്തായിരുന്നു? സിനിമയൊക്കെ ചെയ്ത് ഐ ആം ഡൺ എന്ന് തോന്നിയൊരു ടൈം ആയിരുന്നു. അല്ലാണ്ട് ഈ ഷോ അല്ലല്ലോ, അത് കുറച്ചും കൂടെ ഉണ്ടല്ലോ. ശരിക്കും അങ്ങനെ തോന്നിയോ? You want a break? I wanted a break. Like, okay, stop എന്നുള്ളൊരു സാധനം തോന്നി. ഭയങ്കര ഇതായിപ്പോയി, തല പ്രാന്തായിപ്പോയി. കാരണം കുറേ പ്രോജക്ട്സ് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. How many projects did you do in 1 year? Most number of projects? Last year I think 4 films ഇങ്ങനെ ഒരുമിച്ച് ചെയ്ത്. എനിക്കൊന്ന് ഉള്ളൊഴുക്ക്, കണ്ണൂർ സ്ക്വാഡ്, മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ബോഗൻവില്ല. 5 ജോണർ. മഞ്ഞുമൽ കഴിഞ്ഞപാട് ആവേശം, ലൈക്ക് ഫുൾ മൂഡ് മാറി പെട്ടെന്ന് ആവേശത്തിലോട്ട് കയറി. അത് കഴിഞ്ഞോട്ട് ബോഗൻവില്ല ഡാർക്ക്. പിന്നെ കണ്ണൂർ സ്ക്വാഡ് നേരത്തെ കഴിഞ്ഞ്. ബോഗൻവില്ല ആകുമ്പോഴേക്ക് ഓൾമോസ്റ്റ് ഞാൻ എക്സോസ്റ്റഡ്. ഉള്ളൊഴുക്കായപ്പോ പിന്നെ അങ്ങോട്ട് പോയി. ഉള്ളൊഴുക്ക് നേരത്തെ തീർത്തതായിരുന്നു, കുറച്ചും കൂടെ നേരത്തെ. പക്ഷെ എല്ലാം ഒരുമിച്ചായിരുന്നു. ലാസ്റ്റ് ഇയർ ആയപ്പം എനിക്ക് ആ ബ്രേക്ക് എടുക്കാനുള്ള മെയിൻ